അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ജനീലി എന്ന് നമ്മുടെ കുഞ്ഞിന്റെ മുഖം കണ്ടോ? ഇങ്ങനെ ചിരിക്കുന്നുണ്ടേ, പക്ഷെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്. ഒരു നല്ല കാപ്പി കുടിക്കുന്ന പോലെയാണ് ഈ രാഗം. കൈതപ്രത്തിന്റെ സംഗീതത്തിൽ കെ.എസ്. ചിത്ര ആലപിച്ച ഗാനമാണ് മുന്നോട്ട് വന്നിട്ടുണ്ട് ജനീലെ കുട്ടി. ചോട്ടാ മുംബൈ എന്ന ചിത്രത്തിൽ സംഗീതം സംഗീത പ്രഭുവും ചേർന്നാലപിച്ച ഗാനവുമായാണ് സാംസോണി. ഈ ഒരു സോങ് ലൈവ് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധ വേണം. ആ ശ്രദ്ധയുണ്ടായിരുന്നു മോനെ. ലേഡീസ് ഹോസ്റ്റൽ എന്ന പഴയകാല ചിത്രത്തിലെ ഗാനവുമായാണ് എസ്തർ എന്ന് എസ്തറൂട്ടൻ ഓരോ വാക്കുകൾ പറയുമ്പോൾ അതിലൊരു ക്യൂട്ട്നെസ് ഉണ്ട്. MS ബാബുരാജിന്റെ സംഗീതത്തിൽ S. ജാനകിയമ്മ ആലപിച്ച ഗാനമാണ് ബ്യൂട്ടിഫുൾ എസ്റ്റർ ബേബി. അപ്പൊ തീരുമാനാകാം. കുപ്പിവള എന്ന പഴയകാല ചിത്രത്തിലെ ഗാനവുമായാണ് റൈഗക്കുട്ടി എന്ന് ഓരോ പാട്ടിനും ഏതാണോ ഫ്ലേവർ, ആ ഫ്ലേവർ നമ്മൾ ഗ്രാബ് ചെയ്യണം. പരീക്ഷ എന്ന ചിത്രത്തിൽ S. ജാനകിയമ്മ ആലപിച്ച ഗാനവുമായാണ് ആവണിക്കുട്ടി എന്ന് ആവണിക്കുട്ടി ഭംഗിയായി പാടി. നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ. വെളിയിൽ വരാൻ എന്തൊരു നാണം. എന്റെ ഉള്ളിൽ പോകാൻ നാണം. ദീപ് എന്ന ചിത്രത്തിൽ തലത് മഹ്മൂദ് ആലപിച്ച ഗാനവുമായാണ് ഋജക്കുട്ടിനെ എടുത്തു വന്നിരിക്കുന്ന പാട്ടൊരു ഭീകര പാട്ടാണ്. അപ്പൊ അത്രയും ടഫായിട്ടുള്ള ഒരു പാട്ട് പാടാൻ കാണിച്ച ആ ധൈര്യമാണ്. അതിനൊരു കൈഡി കൊടുക്കും. ബസ് കണ്ടക്ടർ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് സുഭദ്രക്കുട്ടി എന്ന് എന്റെ കുഞ്ഞാറ്റെ, എന്റെ ഖൽബിൽ എപ്പോഴും കത്തുന്ന ഒരു പാട്ടാണ്. ഗിരീഷേട്ടന്റെ ഓർമ്മകളാണ് ഈ പാട്ടിൽ മൊത്തമായിട്ട്. കുഞ്ഞാറ്റക്കിളി ഈ പാട്ട് സോൾഫുള്ളായി പാടി. M. ജയചന്ദ്രന്റെ സംഗീതത്തിൽ K.J. യേശുദാസ് ആലപിച്ച ഗാനമാണ് കുഞ്ഞാറ്റയുടെ ആ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് നല്ല രസമായിരുന്നു കേൾക്കാൻ. കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് എസ്തർ എന്ന് എനിക്കിപ്പോ ബാബുക്കാനാണ് വേണോ? ഇപ്പൊ വേണം. ഈ ഒരു പാട്ട് കേട്ടാൽ ആകെ ഒരു സന്തോഷമായി. MS ബാബുരാജിന്റെ സംഗീതത്തിൽ എ.പി. കോമള ആലപിച്ച ഗാനമാണ് താരം നല്ല അടി കൊടുക്കണ്ടേ രാവിലെ ഇത് കേട്ട് പാടി. എക്സ്പ്രഷൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.